ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ദ ബ്രെഡ് ഓഫ് ലൈഫ്. നമ്മളെ ദൈവം ഇനിയൊരു പുതിയ മാസത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തെ എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. എല്ലാ ദിവസവും നന്ദി ഉണ്ടാകണം. നിങ്ങളുടെ ജീവന് കർത്താവേ, എനിക്ക് ആരോഗ്യം തന്നതിന്, എനിക്കൊരു പുതിയ ദിവസം തന്നതിന് നന്ദി, പുതിയ മാസം തന്നതിന് നന്ദി. അങ്ങനെ ഓരോ ദിവസവും കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങണം നിങ്ങളുടെ ദിവസം. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കും. ഇറ്റ്സ് എ ഫെലോഷിപ്പ് വാക്കിംഗ് വിത്ത് ജീസസ്. അങ്ങനെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നടക്കണം. അത് വലിയൊരു അനുഗ്രഹമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഹൂ ഈസ് ദിസ് ഗോഡ്? ഹീ ഈസ് എ ഫാദർ. ഈസ് എ ഫാദർ. എങ്ങനെയാണ് ഫാദറിനെ വിളിക്കാൻ പറ്റുന്നത്? യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപമെല്ലാം ഏറ്റുപറഞ്ഞ് ബാപ്റ്റിസം എടുത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധീകരണം നയിക്കുന്നു. വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ പ്രിയ മക്കൾ. എല്ലാവർക്കും പിതാവേ എന്നും വിളിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലൊന്നും ആരും പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. അബ്രഹാമൊക്കെ, മോശയും അബ്രഹാമും യാക്കോബ്, ജോസഫ് അവരെല്ലാം വലിയ വലിയ ഭക്തന്മാരായിരുന്നു. കർത്താവിനോട് മുഖാമുഖം സംസാരിച്ചവരാണ്. പക്ഷേ അവരൊരിക്കലും പിതാവേ എന്ന് വിളിച്ചില്ല. പിതാവേ എന്ന് വിളിക്കാൻ ആരാണ് പഠിപ്പിച്ചത്? യേശു ക്രിസ്തു വന്നാണ്. എൻ്റെ പിതാവിനെ നിങ്ങൾക്ക് ഞാൻ പിതാവായി തരുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തൻ്റെ മക്കളാകാൻ അധികാരം കൊടുത്തു എന്നാണ് പറയുന്നത്. സോ അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുകയാണ്, all those who believed in him, God gave them right to become the children of God. അപ്പം നീ ഒരു ചൈൽഡ് ഓഫ് ഗോഡ് ആണെങ്കിൽ, നീ യേശുവിനെ നിൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് ഈ വചനമനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് അബ്ബാ, പിതാവേ, ഡാഡി, പപ്പ എന്നൊക്കെ നമ്മുടെ വലിയ ദൈവത്തെ വിളിക്കാം. ഹീ ഈസ് എ മൈറ്റി ഗോഡ്. ഹീ ഈസ് ക്രിയേറ്റർ. ദാറ്റ് ക്രിയേറ്റർ ബിക്കേം എ റിഡീമർ. ദാറ്റ് ക്രിയേറ്റർ ബിക്കേം എ ഫ്രണ്ട്. അങ്ങനെയൊക്കെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇതൊക്കെ എന്ത് ഭാഗ്യമാണ് നമുക്ക്, അല്ലേ? സർവശക്തനായ ദൈവം നമ്മുടെ പിതാവ്, നമ്മൾ പ്രിയ മക്കൾ ആകുന്നല്ലോ. അങ്ങനെ ഒരു ബന്ധമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 9 തുടങ്ങി നമ്മൾ പഠിക്കുകയാണ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഒന്നാമത്. രണ്ടാമത്, നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ. എങ്ങനെയാണ് യേശുവിൻ്റെ നാമം വിശദീകരിക്കപ്പെടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ നാമം എല്ലായിടത്തും ഉയർത്തണം. അങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരു പ്രതിനിധിയായി, ഒരു അംബാസഡറായി, ഒരു റെപ്രസെൻറ്റേറ്റീവായി ഈ ലോകത്തിൽ കർത്താവിൻ്റെ ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മൾ നടന്നാൽ, നമ്മൾ ജീവിച്ചാൽ, അപ്രകാരം നമ്മൾ വിശദീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം നമ്മൾ വിശദീകരിക്കുകയാണ്. ഉയർത്തണം കർത്താവിൻ്റെ നാമം. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, നിൻ്റെ രാജ്യം വരേണമേ. സോ മച്ച് ഐ സ്പോക്ക് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതെൻ്റെ നെക്സ്റ്റ് ബുക്കും അതാണ്. ദ പവർ ഇൻ ഗോഡ്സ് കിങ്ഡം. ദൈവത്തിൻ്റെ രാജ്യമാണ്. യേശു എവിടെ പോയാലും ദൈവരാജ്യത്തെ പറ്റിയാണ് പ്രസംഗിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ എന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം, സ്വർഗസ്നായ പിതാവേ, ഇങ്ങനെ നാം വിശദീകരിക്കണമേ, അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ രാജ്യം, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നാണ് പറഞ്ഞത്. നിങ്ങളിൽ തന്നെയുണ്ട് ദൈവത്തിൻ്റെ രാജ്യം. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ നീതി, സന്തോഷം, സമാധാനം, അതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ മൂന്നാമത്തെ പ്രാർത്ഥനയാണ്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. യോ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. അതാണ് ഇത്ര നമ്മൾ പഠിച്ചത്. കർത്താവിൻ്റെ വിൽ, കർത്താവിൻ്റെ ചിത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി നമ്മൾ സമർപ്പിക്കണം. നമ്മൾ എളിമയുള്ളവരാകണം, നമ്മൾ താഴ്മയുള്ളവരാകണം. യേശു എങ്ങനെ നമ്മളെ പഠിപ്പിച്ചു, എങ്ങനെ മാതൃക കാണിച്ചു തന്നു, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കണം എന്ന് നമ്മൾ കണ്ടു. പിന്നെ ഈ പ്രാർത്ഥന ഇനി പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആദ്യം സ്വർഗസ്വനായ പിതാവിനോട് നമ്മൾ കർത്താവിന് നാമം ഉയർത്തി സ്തുതിച്ചു. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞ്, ദൈവത്തിൻ്റെ രാജ്യം എല്ലായിടത്തും വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ലോകമെമ്പാടും എല്ലാം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സ്റ്റേറ്റ്, നമ്മൾ ജീവിക്കുന്ന വില്ലേജ്, സിറ്റി, അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാണ് നമുക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവം പഠിപ്പിച്ചത്. യേശു അങ്ങനെയാണ് പഠിപ്പിച്ചത്. Give us this day our daily bread.
അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് വേണ്ടത് ഇന്ന്, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നാണ്. സോ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ലോർഡ്സ് പ്രേയർ ഈസ് പെർട്ടൈനിങ് ടു ഗോഡ് ആൻഡ് ഹിസ് കിങ്ഡം. ദൈവത്തിൻ്റെ രാജ്യവും ദൈവവും ത്തോട് കണക്റ്റഡ് ആണ് ദ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഈസ് പെർട്ടൈനിങ് ടു അസ് ആൻഡ് അവർ ലൈഫ്സ്. നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ഭാഗത്തിൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സെക്കൻഡ് പാർട്ട്, ഗിവ് അസ് ദിസ് ഡേ ആർ ഡെയിലി ബ്രെഡ്. ഇതാണ് ഡിസൈപ്പിളിനെ കർത്താവ് പഠിപ്പിച്ചത്. ഫാദർ ഗിവ് അസ് ദിസ് ഡേ ആർ ഡെയിലി ബ്രെഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? വി ആർ നോട്ട് സപ്പോസ് ടു റിഗ്രറ്റ് അബൌട്ട് ദ പാസ്റ്റ് ഓർ വറി അബൌട്ട് ദ ഫ്യൂച്ചർ. കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ വരാനിരിക്കുന്ന ഭാവിയെപ്പറ്റിയോ നമ്മൾ വറി ചെയ്യാൻ പാടില്ല. പാസ്റ്റിനെ പറ്റി റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ വറി ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഫോർ അവർ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് പ്രസൻറ്റ്, ഈസ് ദ ഗോഡ് ഓഫ് നൗ. ദൈവം ഇന്നത്തെ ദൈവമാണ്, ഇന്നലെയുടെ ദൈവമല്ല, ഇന്നത്തെ. എന്നും എന്നും അനന്യനാണ്. ഇന്നലെയും ഇന്നും എന്നും അനന്യനായ ദൈവമാണ്. ആ ഗോഡ് ഈസ് ഗോഡ് ഓഫ് ദ പ്രസൻറ്റ്, ഈസ് ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ബട്ട് നൗ വാട്ട് വി ഹാവ് ടു പ്രേ ഈസ് വി ഹാവ് ടു ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോൾ എന്താവശ്യമുണ്ടോ അത് ചോദിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് നാളത്തെ കാര്യം കർത്താവ് നോക്കിക്കോളും. ഇന്നലത്തെ കാര്യം കഴിഞ്ഞു പോയല്ലോ. സോ അങ്ങനെ നമ്മൾ നാളെക്കുറിച്ച് ഒന്നും വറി ചെയ്യാൻ പാടില്ല. കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ ഒന്നും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല. കഴിഞ്ഞു പോയത് അയ്യോ എനിക്ക് അങ്ങനെ ചെയ്തെങ്കിൽ നല്ലതായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഡോണ്ട് ലിവ് ഇൻ ദ പാസ്റ്റ്, ഡോണ്ട് ലിവ് ഇൻ ദ ഫ്യൂച്ചർ, യു ലിവ് നൗ. അതാണ് ദൈവം പഠിപ്പിക്കുന്നത്. സോ ഇന്നത്തെ ആഹാരം, ഇന്ന് കഴിക്കാനുള്ള ആഹാരം നിങ്ങൾക്കെല്ലാം ദൈവം തരും. ദൈവം തന്നില്ലെങ്കിൽ എല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും നിങ്ങൾ കൊടുക്കാനുള്ള വസ്ത്രവും നിങ്ങൾക്ക് വസിക്കാനുള്ള ഭവനവും, ഇത് മൂന്നുമാണ് ദ ബേസിക് നീഡ്സ് ഓഫ് പീപ്പിൾ. റോട്ടി, കപ്പട, മക്കാൻ, ഇതാണ് മൂന്ന് കാര്യമാണ് നമുക്ക് അത്യന്താപേക്ഷിതമുള്ളത്. അതെല്ലാം ദൈവത്തിൻ്റെ രാജ്യം ദൈവവും അന്വേഷിച്ചാൽ, മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതൊക്കെ ഞാൻ തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിന് യു ട്രസ്റ്റ് ഹിം ലൈക്ക് എ ചൈൽഡ്. ഒരു ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത് ഉണ്ടാകണം. പിതാവേ, അങ്ങൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തുന്ന ദൈവമാണ് എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.